ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഈ രാത്രി എവിടെയാണ് പോകണമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വേറെ എവിടെയല്ല, ജിതിച്ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ജിതിച്ചേട്ടൻ്റെ ദേവിക ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി നമുക്ക് ബെഡ്റൂം ഒരുക്കാനായിട്ട് നമ്മളാണ് ഗൈസ് ഏൽപ്പിച്ചേക്കണം. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. ഇവിടെ എല്ലാവരും ഉണ്ട്. അവിടെ ചിന്തിച്ചേട്ടൻ, പിന്നെ നിഖിൽ ചേട്ടൻ, ശ്യാം, അമ്മു, നവ്യ എന്നാണ് എൻ്റെ അനിയത്തി കേട്ടോ, പിന്നെ അതേ കണ്ണൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ബലൂണൊക്കെ വീർപ്പിക്കണതിൻ്റെ തിരക്കിലാണ്. ഞാനൊന്ന് ബലൂൺ വീർപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഭയങ്കര നടക്കുന്നില്ല ഗൈസ്, കുറേ എനർജിയൊക്കെ വേസ്റ്റായെന്ന് മാത്രം, ബലൂൺ വീർക്കുന്നില്ല. ഞാൻ പിന്നെ ആ പരിപാടി നിർത്തി. വേറെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവരൊക്കെ ഭയങ്കര പണിയിലാണ്. എനിക്ക് ചേട്ടൻ എന്ന് മനസ്സിലായില്ലേ, അമ്മുവിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര വീർപ്പിക്കലൊക്കെയാണ്, ബലൂൺ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി റോസാപ്പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. റെഡ് അല്ല കേട്ടോ, പിങ്ക് കളറാണ് മേടിച്ച് വെച്ചേക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കിനി ബെഡും റൂമും എല്ലാം സെറ്റാക്കി അറേഞ്ച് ചെയ്യണം. നല്ല മണം. അപ്പം ഞാൻ ഈ റോസാപ്പൂവൊക്കെ ചുമ്മാ മണത്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ഫ്രഷ് സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. എനിക്കിഷ്ടമാണ് അതിൻ്റെ സ്മെല്ലൊക്കെ. അപ്പോൾ നമുക്ക് ഇനിയും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യായിരുന്നു. പിന്നെ കുറച്ച് ക്യാൻഡിൽ ലൈറ്റ്സും ഉണ്ട്, അതല്ലാണ്ട് LED ഉണ്ട്, രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, ബെഡൊക്കെ ആകെ മൊത്തം ബലൂണൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇതൊക്കെ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് അവിടെ നിന്നായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം രാത്രി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 7 ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഫുഡ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊക്കെ ജസ്റ്റ് ഡ്രസ്സ് മാറി, മുഖം പോലും മര്യാദയ്ക്ക് കഴുകിയിട്ടൊന്നുമില്ല എന്നുണ്ട്. എന്നിട്ടാണ് അങ്ങോട്ടേക്ക് നേരെ വന്നത് ഇതൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് KFC എന്നായിരുന്നു ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും കഴിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അന്ന് ഓണൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിച്ചപ്പോൾ തന്നെ വയറ് അത്യാവശ്യം ഫുള്ളായി. അത് കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടികൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് അവിടെ ഒരു സംഭവം നടന്നത്. വേറെ ഒന്നല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കണ്ടോ എന്താണ് ഈ എല്ലാവരും കൂടെ അവിടെ പണിയുന്നതെന്ന്. അതെ, അമ്മു അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്നും വിട്ടുപോയി. അപ്പം നമ്മളാണെങ്കിൽ എന്നിട്ട് അമ്മൂനിട്ട് വധിക്കായിരുന്നു. ആ അമ്മൂനി ഇട്ടേക്ക് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിയാക്കി. എന്നിട്ട് നിഖിൽ ചേട്ടൻ അവിടെ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി നശിപ്പിച്ച് അമ്മ നശിപ്പിച്ച്. ഞാൻ ബെഡിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ കേട്ടോ, അതാണ് ഈ കോപ്പറയങ്ങളൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ മെയിൻ സംഭവം ഈ അറേഞ്ച്മെൻ്റ് ഒന്നും അല്ല ഗൈസ്, അത് കൂടാണ്ട് നമുക്കൊരു സംഭവം കൂടി ഉണ്ട്. അമ്മൂൻ്റെ ആയിരുന്നു ആ പ്ലാൻ. അതായത് ജിച്ചേട്ടൻ ദേവിക ചേച്ചിക്ക് ഒരു പണി കൊടുക്കണം. അപ്പോൾ പല സ്ഥലത്തായിട്ട് നമ്മൾ പല ടൈം സെറ്റ് ചെയ്തിട്ട് അലാറം നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അലാറം വെച്ചത് ഓൺ ആക്കിയിട്ടില്ലെന്നൊരു ഡൗട്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ചിന്തിച്ചേട്ടൻ കയറിയാണ്. ചേട്ടാ അയ്യോ, ഓ ചിന്തിച്ചേട്ടൻ അത് കുഴപ്പമില്ല, തിരിച്ചു വെച്ചാൽ മതി. അത് കുഴപ്പമില്ല, അവിടെ എന്തെങ്കിലും സാധനം ഇരിക്കണേന്ന് മേടിച്ചോളും, കുഴപ്പമില്ല. അത്രയ്ക്ക് ശ്രദ്ധിക്കില്ല, നമ്മൾ ഓവർ തിങ്ക് ചെയ്യണേ. ആ നമ്മൾ വെക്കണോണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ. വലിയ പെട്ടിരിക്കണെന്ന് മേടിച്ചോളും. നമ്മളാണെങ്കിൽ ഫുൾ അവർ കാണില്ല എന്നൊക്കെയുള്ള ഫുൾ ബഹളത്തിലാണ്. അപ്പോഴാണ് നമ്മളാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം അവിടെയൊക്കെ വെച്ച അലാറം. പിന്നെയാണ് ആലോചിച്ചത് ഓണാണോ എന്ന്. പിന്നെ അത് ഓണല്ലേ നോക്കാൻ വേണ്ടിയുള്ള പരാക്രമങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അമ്മൂത ദുഷ്ട. അപ്പം നമ്മൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളവിടെ ആ ഒരു കബോർഡ്, പിന്നെ AC-യുടെ മുകളിൽ, പിന്നെ അവിടെ ഒരു കബോർഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, പിന്നെ ഏറ്റവും മുകളിൽ അവിടെ കെട്ടണ വെച്ചത് 4 അലാറമാണ് സെറ്റ് ചെയ്തത്. കബോർഡിലുള്ളത് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ വച്ചേക്കണത് ഒരെണ്ണം. അപ്പോൾ അത് കീ അവർ കണ്ടുപിടിക്കണം. അപ്പോൾ കീ അവർക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ക്ലൂ ഒക്കെ നമുക്കിനി സെറ്റ് ചെയ്യണം. അവിടെ ട്രഷർ ഹണ്ടൊക്കെ പോലെ ക്ലൂ ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ പണികളൊക്കെ കഴിയുന്നത്. ഇല്ല ഗൈസ്, നമുക്ക് ഇനി പൂക്കളുടെ പണികളൊക്കെ ഉണ്ട്. പൂവൊന്നും നമ്മളൊന്നും ചെയ്തില്ല, ഇനി അതൊക്കെ റെഡിയാക്കണം.
അപ്പോൾ നമ്മൾ ബെഡിലൊക്കെ പൂവൊക്കെ ഇങ്ങനെ ഓരോ ആ ഒരു ഷേപ്പിലൊക്കെ ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നോക്കിയാണ്. പിന്നെ നമ്മളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണ ലൈറ്റ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കും. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഓരോന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ ക്ലൂവൊക്കെ സെറ്റ് ചെയ്ത് ഫസ്റ്റ് ക്ലൂ കണ്ടില്ലേ, ഒന്ന് കുളിച്ചിട്ട് അതായത് നമ്മൾ സോപ്പ് പെട്ടിയുടെ ഉള്ളിലാണ് വാഷ്റൂമിൽ ഒരുക്കി വച്ചേക്കണത്. രണ്ടാമത്തെ ക്ലൂ ആണ് പെന്നിലുണ്ട് ഹെന്നിലില്ല, ടിന്നിലുണ്ട് പിന്നിലില്ല. അതൊരു ബോക്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ വച്ചിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പെട്ടി എന്നാണല്ലോ ബോക്സിനെ പറയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ക്ലൂ ഉണ്ടാക്കിയത് നമ്മൾ. അത് മാറ്റിക്കോളൂ. പിന്നെ എനിക്ക് ഈ ഒരു സംഭവത്തിൽ കോർണറിൽ ഇത് വന്നിട്ട് ആ കബോർഡ് എല്ലാം കൂടിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. കബോർഡിൻ്റെ കളറും അതിൻ്റെ എല്ലാം കൂടി ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക്. ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടുള്ള. അപ്പോൾ റൂമൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ആ ഒരു ഫ്ലവേഴ്സും പിന്നെ ലൈറ്റ്സും പിന്നെ അവിടെയുള്ള ബലൂണും എല്ലാം കൂടി ഇങ്ങനെ കിടക്കണാനായിട്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കേറിയാലും അപ്പം അത് അവിടെ ശ്യാമും ചിന്തിച്ചേട്ടനും പിന്നെ നിഖിൽ ചേട്ടനും അവരെ അമ്മും എല്ലാവരും കൂടി അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ചിന്തിച്ചേട്ടനെ ദേവിക ചേച്ചി വരൂ വരൂ ഗൈസ് വരൂ ഗൈസ് വരൂ ഗൈസ് വരൂ വരൂ. വാക്കുകൾക്കപ്പുറമാണെന്നൊക്കെ നടക്കോളൂ. അങ്ങോട്ട് പൊക്കോളൂ പൊക്കോളൂ പോകൂ. എനിക്ക് വയ്യ. നോക്കൂ, ഇഷ്ടപ്പെട്ടോ? അയ്യോ കിടന്നോളൂ, എന്റെ മേത്ത് കിടന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ആ റേറ്റിംഗ് എത്ര? ഓ 10. ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ജിത്തിച്ചേട്ടൻ്റെ ദേവിക ചേച്ചിയുടെയൊക്കെ റിയാക്ഷൻ. അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണായിരുന്നു. കസിൻസ് എല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു നൈറ്റ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.